അങ്ങനെ പത്മഭൂഷൺ വെള്ളാപ്പള്ളി സാറിനെ എടുത്ത് നിലത്തിട്ടൊക്കെ അടിച്ച് സുകുമാരൻ നായരിയേട്ടൻ സ്വന്തമാക്കി. സത്യം പറഞ്ഞാൽ കേരള പൊളിറ്റിക്സിൽ നടന്ന വളരെ രസകരമായൊരു തമാശയാണ് NSS SNDP ഐക്യവും അതിൻ്റെ പരിണിതിയും. ഇതിനു മുമ്പൊക്കെ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ തള്ളിയിട്ടവർക്ക് വെറും വെള്ളാപ്പള്ളി നടേശൻ സാറിനെ തള്ളിയിട്ടു എന്നേ പറയാനൊക്കെ ഉള്ളൂ. ഇപ്പോൾ സുകുമാരൻ നായരിയേട്ടനാണ് സത്യം പറഞ്ഞാൽ ശരിക്കും പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ എടുത്ത് പുറത്തിട്ടത്. സംഗതി ഉണ്ടോണ്ടിരുന്ന സുകുമാരൻ നായരിയേട്ടൻ ഒരു ഉൾവിളി തോന്നി എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി ഐക്യപ്പെടലിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിണിതി. സംഗതി ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഈ വിഷയം വന്നപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, അങ്ങനെ അങ്ങ് സുകുമാരൻ നായരിയേട്ടന് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഐക്യപ്പെടാൻ പറ്റില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ ചേട്ടൻ അഥവാ വെള്ളാപ്പള്ളി നടേശൻ സാർ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ സാർ എന്ന് പറയുന്ന ആളിന് എന്തും ഏതും എപ്പോഴും എവിടെയും എങ്ങനെയും പറയാനുള്ള ഒരു അപ്രൂവ്ഡ് ലൈസൻസി ഉണ്ട്. ആ ലൈസൻസിയോളം ചേർന്ന് പോകാൻ ഈ സുകുമാരൻ നായരിയേട്ടൻ്റെ പാരമ്പര്യമോ ഗുണമോ ചിന്തകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ട്രെച്ച് ചെയ്യാൻ കഴിയുന്ന മാക്സിമം സ്ട്രെച്ചിങ് പോസിബിലിറ്റിയോ ഒന്നും അതിനെ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഇരുവരും എന്തിനാണ് കൂടിയതെന്ന് രണ്ടുപേർക്കും ഒട്ടും വ്യക്തതയില്ലായിരുന്നു. കണ്ടുകൊണ്ട് നിന്നവർക്കും ഒന്നും മനസ്സിലായില്ല, അനുയായികൾക്കും ഒന്നും മനസ്സിലായില്ല. വെള്ളാപ്പള്ളി നടേശൻ സാറ് സ്നേഹബുദ്ധിയ മുസ്ലിം ലീഗാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് സംഗതി രംഗത്തിറങ്ങി ഞങ്ങൾ താണ്ട് അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞത് മാത്രമല്ല, സാക്ഷാൽ തുഷാർ വെള്ളാപ്പള്ളി സാറിനെ അങ്ങോട്ട് വിട്ടുകളയാമെന്നും പറഞ്ഞു. ആദ്യ നിമിഷത്തിൽ മനുഷ്യരാണല്ലോ, ഒരു ചെറിയ പങ്കപ്പാടിൽ എൻ്റെ മോനെപ്പോലെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇരുന്നൊന്ന് ആലോചിച്ചപ്പോൾ അതിൻ്റെ ഭാവികാല സംഗതികളെക്കുറിച്ച് ചിന്തിച്ച് എന്തിന് വിളിക്കണം, എന്തിന് ക്ഷണിക്കണം, എന്തിനിരിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ഗൗരവമായി അന്വേഷിച്ചപ്പോഴാണ് സുകുമാരൻ നായർ സാറിന് ശരിക്കും സംഗതി പിടികിട്ടിയത്. അപ്പോഴും പിടികിട്ടിയത് ഒരു നിഴൽ പോലെ മാത്രമായിരുന്നു. എന്നാൽ പത്മഭൂഷൺ കൂടി പ്രഖ്യാപിച്ചതോടെയാണ് സംഗതി ക്ലിയറായത്. ഇപ്പോഴും കേരളത്തിലെ ഒരുപാട് സഖാക്കൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഒരുപാട് പേര് വിചാരിക്കുന്നത് വെള്ളാപ്പള്ളി ഞങ്ങളുടെ സ്വന്തമാണ് എന്നാണ് കരുതുന്നതെങ്കിൽ നിങ്ങളാരും ശുപാർശ ചെയ്യാഞ്ഞിട്ട് പോലും കേന്ദ്ര സർക്കാർ സാറിന് ഈ അവാർഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സംഗതി ആരുടെ ആളാണ് എന്നുള്ളത് വളരെ കൃത്യമായി ആദരവിലൂടെ വ്യക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ സാറിനെ ഈ CPIMകാരൊക്കെ വേദിയിൽ പോയി ഷാൾ അണിയിക്കുകയും ദാ സരസ്വതി കടാക്ഷം കിടന്ന് കളിക്കുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ വീട്ടിൽ പോയി കണ്ടവരൊക്കെ എന്താവും പറഞ്ഞിട്ടുള്ളതെന്ന് ഈ പത്മഭൂഷൺ വന്നപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും. അപ്പോൾ ഈ പത്മഭൂഷണം വാങ്ങിച്ച് NDA ഘടകകക്ഷിയായ BDJSൻ്റെ നേതാവ് കൂടിയായ തുഷാർ സാറിനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ സുകുമാരൻ നായർ സാറിന് വ്യക്തമായതോടുകൂടിയാണ് സംഗതി ഇച്ചതി വേണ്ട എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ആ വാതിലടഞ്ഞു. യഥാർത്ഥത്തിൽ ആളുകൾക്ക് ഈ സുകുമാരൻ നായർ സാർ ഇങ്ങോട്ട് വരണ്ട, ഐക്യമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്തിനായിരുന്നു ഈ ഐക്യപ്പെടൽ എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടത്. അതിനു മുമ്പ് ഈ യോജിക്കാൻ പോകുമ്പോൾ ആർക്കും ഒരു വ്യക്തതയില്ലായിരുന്നു ഇവർ തമ്മിൽ ചേരാൻ പോകുന്നത് എന്തിനാണെന്ന്. സംഗതി എന്തായാലും അങ്ങനെ നമ്മൾ സാധാരണ പറയത്തില്ലേ, അപ്പം തന്നെ കൺസീവ് ചെയ്തു, വളരെ പെട്ടെന്ന് അബോർഷനുമായി എന്ന് മാത്രമല്ല അതിലൊരു ക്ഷീണവും പരിക്കും ഏൽക്കാതെ സാക്ഷാൽ സുകുമാരൻ നായർ സാറ് തിളങ്ങി നിൽക്കുകയും ചെയ്തു. ഇങ്ങോട്ട് വരികയും വേണ്ട, ചർച്ചയും വേണ്ട, ഒരേർപ്പാടും വേണ്ട, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് അങ്ങ് ജീവിച്ചോളാം, നിങ്ങൾ നിങ്ങളുടെ വഴിക്കും ജീവിച്ചോളൂ എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമ്പൂതിരി മുതൽ നസ്രാണി വരെ ഉള്ളതിൽ നിന്ന് അതിൻ്റെ ഇടയ്ക്കുള്ള പ്രധാനപ്പെട്ട ഈ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ വായ്ത്താരിക്കും അല്ലാത്ത താരിക്കും ഒന്നും കൂട്ടുനിൽക്കാൻ കഴിയാത്ത ആപേക്ഷികമായി മാന്യതയുള്ള സാംസ്കാരിക പശ്ചാത്തലമുള്ള സുകുമാരൻ നായർ സാറ് ഇതിൽ നിന്ന് പിന്മാറി. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും എന്നെ കേൾക്കുന്നവരോടും ഇത് തുടങ്ങിയപ്പോഴേ ഇത് പറഞ്ഞൊരാളാണ് ഞാൻ. വ്യക്തിപരമായി എന്നെ ബന്ധപ്പെട്ടവരോടെല്ലാം കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞിരുന്നു ഇതെങ്ങും എത്തില്ല എന്ന്. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ എത്തുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊട്ടും വിചാരിച്ചില്ല. ഏതായാലും അങ്ങനെ ആ ഐക്യം അവിടെ തീർന്നു.